നമ്മളിപ്പോൾ നിൽക്കുന്നത് ജയ്പൂർ മന്ദിറിൻ്റെ ഉള്ളിലാണ്. രാജ മാധവ് സിംഗ് പണിയെടുപ്പിച്ചതാണ് ഈ മന്ദിർ. മന്ദിർ എന്ന് പറഞ്ഞാൽ ക്ഷേത്രം തന്നെയാണ്. ഇതിപ്പം ഇവിടുത്തെ സർക്കാരിൻ്റെയാണ് ഈ മന്ദിർ. നമ്മൾ ഇവിടെയാണ് താമസിക്കുന്നത്. ഞാനിപ്പോൾ ഇതിനകത്ത് നിന്ന് വെളിയിലോട്ട് എടുക്കുന്ന വീഡിയോ ആണിത്. ഇതിനകത്ത് നിന്നിട്ട് വെളിയിലോട്ട് എടുക്കുന്നതാണ് ഈ കാണുന്നത്. അവിടുന്ന് ആൾക്കാർ കയറി വരുന്നുണ്ട്. അതുകൊണ്ട് ആ ചെറിയ കവാടത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് ആൾക്കാർ. എന്നാൽ ഇതിനകത്ത് ഉള്ള ചുറ്റിലുള്ള ഈ കാണുന്നത് ഇവിടെയൊക്കെ ആൾക്കാർ താമസമുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇങ്ങനെ ചുറ്റിന് അങ്ങോട്ടുണ്ട്, കിലോമീറ്റർ കണക്കിനുണ്ട്. ഇതാണ് നമ്മുടെ ജയ്പൂർ മന്ദിറിൻ്റെ പ്രധാന മന്ദിർ എന്ന് പറയുന്നത്. ഇതാണ് പ്രധാന ക്ഷേത്രം. ഇതാണ് അതിൻ്റെ ഫ്രണ്ടാണ് ഈ കാണുന്നത്. ഈ ചുറ്റിനും നമ്മുടെ ചുറ്റമ്പലം പോലെ വരുന്ന കണ്ടല്ലേ നമ്മൾ, അതുപോലെ ഇതിന് ചുറ്റിനും ആൾക്കാർ താമസമാണ്. വെറുതെ താമസിക്കല്ല, അത് നൂറുകണക്കിന് ആൾക്കാരാണ്. ഇത് വലിയൊരു നിർമ്മാണമാണ്. ഇതിൻ്റെ നിർമ്മാണം 40 വർഷം എടുത്താണ് പൂർത്തീകരിച്ചതെന്നാണ് പറയുന്നത്. 40 വർഷം. നമ്മളിതിലേക്ക് കയറാം. ഈ സ്റ്റെപ്പുകൾ കയറി ഈ മന്ദിറിനുള്ളിലേക്ക് ചെല്ലാം. വളരെ ശ്രേഷ്ഠമായ നിർമ്മാണങ്ങളൊക്കെയാണ്. ഭഗവാനെ ഇതിനകത്ത് വീഡിയോ അലൗഡ് ആണോ എന്ന് എനിക്കറിയത്തില്ല. മിക്കവാറും ഇവിടുത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും വീഡിയോ അലൗഡ് ആണ്. വീഡിയോ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കയറി ചെല്ലുന്നു. ഇവിടെ കടച്ചേക്കാണ്, ചെറിയൊരു വാതിലുണ്ട്. പ്രത്യേകിച്ച് ആൾക്കാർ ഇരിപ്പുണ്ട് ഇവിടെ. കൊട്ടാര സമാനമാണ് മന്ദിർ എന്ന് പറഞ്ഞാൽ. കൊട്ടാരം പോലെ തന്നെ. കൊട്ടാരം വ്യത്യസ്തമല്ല. ഈ 40 വർഷം എടുത്ത് ഇത് പൂർത്തീകരിക്കാമെന്ന് പറയുമ്പം തന്നെ അതിൻ്റെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ രാജ മാധവ് സിംഗ് അദ്ദേഹമാണ് പണി കഴിപ്പിച്ചത് എന്നിവിടെ കുറിച്ചിട്ടുണ്ട്. പക്ഷേ നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ടെന്നറിയാം. അത് അപ്രോക്സിമേറ്റ് എത്ര വർഷം, എനിക്ക് 1000 years ഓൾഡ് അത്രയും കാണും തോന്നുന്നു. എന്നാലും എനിക്ക് കൃത്യതയോടെ പറയാൻ പറ്റുന്നില്ല. വലിയ നിർമ്മാണമാണ്. ക്ഷേത്രം അടച്ചു. ഞാൻ രാവിലെ വന്നിരുന്നു, ഇവിടെ ദർശനം നടത്തിയിരുന്നു. പവർഫുള്ളാണ്. അവിടെ ശ്രീകൃഷ്ണൻ രാധയാണ്. രാധേ രാധേ. ഇവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഒരു സ്വാമിയാർ ഇരിക്കുന്നുണ്ട്. എന്നാൽ ചില സ്വാമിമാർക്ക് ഈ വീഡിയോ ഒന്നും എടുക്കണേ ഇഷ്ടമല്ല. ചിലർക്ക് ഒന്നും പറയാറില്ല, സഹിച്ചിരിക്കും. അതാണ് ഇവിടുത്തെ രീതി. ഇത് പ്രധാന നമ്മുടെ മന്ദിരമാണ്. ഈ കട്ടനിട്ട് മറച്ചിരിക്കുന്നത് വിഗ്രഹം മറച്ച്. പക്ഷേ ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടെ ഉണ്ട് ഒരു അമ്പലം. ഇതൊരു 3 പ്രതിഷ്ഠയാണ് വരുന്നത്. 1, 2, 3 പ്രതിഷ്ഠ. എൻ്റെ പ്രധാന ഡോർ അങ്ങനെ അടയ്ക്കാറില്ലെന്ന് തോന്നുന്നു. പ്രധാന ഒരു സ്റ്റെപ്പോടെ മുമ്പോട്ട് നിൽക്കാം. പ്രധാന വളരെ ശ്രേഷ്ഠമായ വർക്കാണ്. നിസ്സാര വർക്കുകളല്ല. ഡോറയിലൊക്കെ ഉള്ള വർക്കുകൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. അതുപോലെ ആ ഡോർ അടച്ചിട്ടില്ല, കട്ടനിട്ടിങ്ങനെ മറച്ചിട്ടേ ഉള്ളൂ. ഡോർ അടയ്ക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും തോന്നുന്നു. എന്തായാലും ഇവിടെ മുഴുവൻ ക്ഷേത്രങ്ങളാണ്. ഇവിടെ അമ്മമാരൊക്കെ ഇരിപ്പുണ്ട്, സഹോദരങ്ങളൊക്കെ ഇരിപ്പുണ്ട്. വഞ്ചി ഇവിടെ ഞാൻ വഞ്ചി കണ്ടുള്ളൂ, വേറെ എങ്ങും വഞ്ചി കണ്ടിട്ടില്ല. ഇവിടെ ഒരു വഞ്ചി വെച്ചേക്കുന്നു. മറ്റുള്ള ക്ഷേത്രങ്ങളിലൊന്നും വഞ്ചിയായിട്ട് കാണുന്നില്ല. കാര്യം ഇത് സർക്കാരിൻ്റെ ആയതുകൊണ്ടായിരിക്കാം വഞ്ചി. നമ്മുടെ സർക്കാരിനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള വഞ്ചികൾ ഇവിടെ 1, 2, 3, 4 വഞ്ചി ഇരിപ്പുണ്ട്. ഓം സ്വസ്തി അവിടെ കൊത്തി വെച്ചിട്ടുണ്ട്. ഇത് 3ാമത്തെ കവാടം. എന്തായാലും വളരെ ഭംഗിയുള്ള വർക്കുകളൊക്കെയാണ്. എന്തായാലും ചിത്രീകരിക്കാൻ സാധിച്ചത് വലിയ ശ്രേഷ്ഠമായ കാര്യമാണ്. പ്രാവുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ കുരങ്ങന്മാരുണ്ട്. പ്രാവുകളൊക്കെ ഊഞ്ഞാലാടുന്ന രംഗം വരെയും കാണും. വാ, എന്തായാലും ഇതിനകം നമുക്ക് ജസ്റ്റ് ഇതിനെ കാണാൻ പറ്റുമല്ലോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിന് വെളിയിലുള്ളതെല്ലാം ഇതിൻ്റെ ഭാഗം തന്നെയാണ്. എന്നാൽ അവിടെ എല്ലാം ആൾക്കാർ താമസിക്കാനുള്ള റൂംസാണ്. ഇതിൻ്റെ സൂപ്രണ്ടിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. എനിക്കിവിടെ ആരെയും പരിചയമൊന്നുമില്ല. പക്ഷേ നമ്മുടെ കൂടെ വന്ന മഹാരാജ്
അദ്ദേഹത്തിനെ എല്ലാവരും വന്ദിക്കുന്നു. അദ്ദേഹം ശരിക്കും ഒരു മനുഷ്യനാണോ എന്നുള്ള കാര്യം എനിക്കിപ്പോൾ സംശയമാണ്. എന്തോ ഒരു പവർഫുള്ളായിട്ടൊരു അവസ്ഥ കാണുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് എൻ്റെ ഭാഷയിൽ, എനിക്ക് ഇംഗ്ലീഷും ഹിന്ദിയും കൂട്ടിക്കലർത്തിയാണ് സംസാരിക്കുന്നത്, അത്ര വലിയ ഫ്ലുവൻ്റ് ഒന്നുമല്ല ഞാൻ ഈ ഭാഷയിൽ. പക്ഷെ എനിക്കൊരു ആദ്യം അവിടുന്ന് പോരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്ങനെ ഞാൻ ഈ ഭാഷ സംസാരിക്കും, എങ്ങനെ ഇവരോടെല്ലാം വന്ന് ഇംഗ്ലീഷ് സംസാരിക്കും, തന്നല്ലേ പോകുന്നത് എന്നൊക്കെ.